ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക്കയിൽ നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫാക്ട്സുമാണ് നോക്കുന്നത്. ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാമെന്നാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മുടെ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഏത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യ ഒരു സംസ്ഥാനമാണെന്ന് പറയുന്നത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഓപ്ഷൻ എ ആർട്ടിക്കിൾ 1, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 2, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 3 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 4. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 1 ആണ് കേട്ടോ. ഏതാണ്? ആർട്ടിക്കിൾ 1 ആണ്. അപ്പോൾ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 1 പ്രകാരമാണ് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 1 പ്രകാരമാണ് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 3 എന്താണ് മക്കളെ? ആർട്ടിക്കിൾ 3 ന്യൂ സ്റ്റേറ്റ്, ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, പുതിയൊരു സംസ്ഥാന രൂപീകരണം ഇല്ലയോ, ന്യൂ ഫോർമേഷൻ സ്റ്റേറ്റ്, പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കണം, ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 3. ഓക്കെ, ആർട്ടിക്കിൾ 3 എന്താണ്? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 1 എന്തായിരുന്നു? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്താണ് മക്കളെ പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 മുതൽ 11 വരെ പറയുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പ് ആണ് കേട്ടോ. എന്താണ്? സിറ്റിസൺഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 5 മുതൽ 11 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 5 മുതൽ 11 പറയുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 5 മുതൽ 11 പറയുന്നത്. ആർട്ടിക്കിൾ 3 എന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടയാണ് ഏത്? ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 1 എന്തായിരുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത്? ആർട്ടിക്കിൾ 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 14 എന്താണ് മക്കളെ? ആർട്ടിക്കിൾ 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർട്ടിക്കിൾ 14 എന്താണ്? തുല്യത അല്ലെങ്കിൽ ഇക്വാളിറ്റി ഇല്ലേ? തുല്യത അല്ലെങ്കിൽ ഇക്വാളിറ്റി ആണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 14 പ്രതിപാദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 17 എന്താണ്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 17. എന്താണ് ആർട്ടിക്കിൾ 17? അൺടച്ചബിലിറ്റി, അയിത്ത നിർമാർജനം ഇല്ലയോ? ഓക്കെ, എന്താണ്? അൺടച്ചബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 17 പ്രതിപാദിക്കുന്നത്. വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ആരംഭിക്കുന്ന ആർട്ടിക്കിളാണ് ഏത് മക്കളെ? ആർട്ടിക്കിൾ 17 കേട്ടോ. അപ്പം എന്താണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന് പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 എന്താണ്? അൺടച്ചബിലിറ്റി. എന്താണ്? അൺടച്ചബിലിറ്റി ആണ് ഏത്? ആർട്ടിക്കിൾ 17 പ്രതിപാദിക്കുന്നത്. 14 എന്തായിരുന്നു? ഇക്വാളിറ്റി ആണ് 14. ഓക്കെ, പിന്നെന്താണെന്ന് നോക്കിയേ, ആർട്ടിക്കിൾ 18 നമുക്കെല്ലാം അറിയാം. ആർട്ടിക്കിൾ 18 എന്താണ്? അബോളിഷ്മെന്റ് ഓഫ് ടൈറ്റിൽസ് അല്ലേ? തലക്കെട്ടുകളിലൊക്കെ ഇല്ലാതാക്കുകയാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 പ്രതിപാദിക്കുന്നത്. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 1. പുതിയ സംസ്ഥാനം അല്ലെങ്കിൽ ന്യൂ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്താണ്? സിറ്റിസൺഷിപ്പ് ആണ്. എന്താണ്? സിറ്റിസൺഷിപ്പ് ആണ്. ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ കേട്ടോ. നമുക്ക് എത്ര വഴി പൗരത്വം നേടാം? 5 വഴി കേട്ടോ. 5 വഴി നമുക്ക് എന്തോ നേടിയെടുക്കാം? ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു എന്താണ്? ആർട്ടിക്കിൾ 14 എന്താണ്? ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി, തുല്യത ഇല്ലയോ? ഇക്വാളിറ്റി അല്ലെങ്കിൽ തുല്യതയെക്കുറിച്ച് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 14. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 17 എന്താണ്? അൺടച്ചബിലിറ്റി, അയിത്ത നിർമാർജനം എന്ന് പറയുന്ന ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 17. വേറൊരു പ്രത്യേകത നമ്മൾ പഠിച്ചത് എന്താണ്?
ഓക്കെ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോട് ആരംഭിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 18 എന്തായിരുന്നു? അബോളിഷ്മെന്റ് ഓഫ് ടൈറ്റിൽസ് കേട്ടോ. അബോളിഷ്മെന്റ് ഓഫ് ടൈറ്റിൽസ് ആണ് ഏത്? ആർട്ടിക്കിൾ 18. 19 എന്തിനാണ്? ആർട്ടിക്കിൾ 19 സ്പീച്ച്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഇതിനെ കുറിച്ച് പറയുന്നതാണ് ഇതിനകത്ത്. ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്നതാണ് എന്ത്? ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 19. എല്ലാവർക്കും കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The fundamental duties in the Indian Constitution is taken from. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നുമാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? ഏത് രാജ്യത്ത് നിന്ന് നോക്കിയേ? ഓപ്ഷൻ എ ഐറിഷ്, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി USSR, ഓപ്ഷൻ ഡി അമേരിക്ക. ഏതാണ് ആൻസർ വരുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ് മക്കളെ എടുത്തിരിക്കുന്നത്? അറിയോ ആർക്കെങ്കിലും? ഓക്കെ, എവിടെ നിന്നാണ്? ഓപ്ഷൻ സി USSRൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? USSRൽ നിന്നുമാണ് നമ്മൾ എന്ത് കടമെടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓക്കെ, എവിടെ നിന്നാണ്? USSRൽ നിന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അയർലൻഡ് കേട്ടോ. എവിടെ നിന്നാണ്? അയർലൻഡ്. ഓക്കെ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അറിയോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? USA, അമേരിക്കയിൽ നിന്നുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിട്ടുകളുണ്ടല്ലോ. എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നുമാണ് എടുത്തിരിക്കുന്നത്? USSRൽ നിന്നുമാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്ന്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നുമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് എവിടെ നിന്നാണ്? USA അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും. അതേപോലെ തന്നെ റിട്ട് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ് നമ്മൾ റിട്ട് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, റിട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര ആയിരുന്നു മക്കളെ? ഭരണഘടനാ വിധിക്കെതിരെ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ എത്ര ആയിരുന്നു? ഓക്കെ, ആർട്ടിക്കിൾ 32 ആയിരുന്നു കേട്ടോ. ഏതാണ്? ആർട്ടിക്കിൾ 32 റിട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആയിരുന്നു. ഏത്? ആർട്ടിക്കിൾ 32. ഈ റിട്ട് എന്ന പദം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അല്ലെ ഏത് രാജ്യത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. ഈ 32ന്റെ വേറൊരു പ്രത്യേകത എന്താണ്? BR അംബേദ്കർ ഇന്ത്യയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32 കേട്ടോ. ആർട്ടിക്കിൾ 32. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയോ? ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് USSRൽ നിന്നും. അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി എവിടെ നിന്നാണ്? അയർലൻഡ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസി അയർലൻഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്? അമേരിക്ക. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നും. റിട്ട് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എടുത്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനും കിട്ടിയോ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ആണല്ലോ? ഓക്കെ, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം? ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം ഏതെന്നാണ് കേട്ടോ ചോദ്യം. നോക്കിയേ മക്കളെ, ഏതാണ്? ഓപ്ഷൻ എ നായകൻ, ഓപ്ഷൻ ബി രാജ ഹരിചന്ദ്ര, ഓപ്ഷൻ സി അംബേ ശിവം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ് മക്കളെ? ഇതിനകത്ത് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഫിലിം ഏതാണ്? ഫസ്റ്റ് ഫിലിം അറിയോ ആർക്കെങ്കിലും?
ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? രാജാ ഹരിശ്ചന്ദ്രയാണ് കേട്ടോ. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഫിലിം ആണ് ഏതെന്ന് പറയുന്നത്? രാജാ ഹരിശ്ചന്ദ്ര. ഏതാണ്? രാജാ ഹരിശ്ചന്ദ്ര. ഈ രാജാ ഹരിശ്ചന്ദ്രയുടെ പ്രത്യേകത എന്താണ് മക്കളെ? ഫസ്റ്റ് ഫുള്ളി ലെങ്ത് ഫിലിം ആണ് ഏതെന്ന് പറയുന്നത്? രാജാ ഹരിശ്ചന്ദ്ര. ഫസ്റ്റ് ഫുള്ളി ലെങ്ത് ഫിലിം ആണ് ഏത്? ഫിലിമാണ് രാജാ ഹരിശ്ചന്ദ്ര. ഇത് ഏത് വർഷമാണ് റിലീസായത്? 1913 1913 ഈ ഫിലിം റിലീസായത്. ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആരായിരുന്നു? ദാദേ സാഹിബ് ഫാൽക്കെ ആയിരുന്നു കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ ആണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം. ഇതിലെ ഇന്ത്യൻ ഫിലിം ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? രാജാ ഹരിശ്ചന്ദ്രയാണ്. ഏതാണ്? രാജാ ഹരിശ്ചന്ദ്രയാണ്. ഈ രാജാ ഹരിശ്ചന്ദ്ര ഫിലിമിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഫുള്ളി ലെങ്തി ഫിലിമാണ് ഏതെന്ന് പറയുന്നത്? രാജാ ഹരിശ്ചന്ദ്ര. ഏത് വർഷമാണ് ഇത് റിലീസായത്? 1913 കേട്ടോ. 1913 അതേപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ ആരായിരുന്നു? ദാദാ സാഹേബ് ഫാൽക്കെ ആയിരുന്നു കേട്ടോ. ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി നൽകിയത് ആർക്കായിരുന്നു? ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ദേവിക റാണി റോറിച്ചിനായിരുന്നു കേട്ടോ. ആർക്കായിരുന്നു? ദേവിക റാണി റോറിച്ച്. ദേവിക റാണി റോറിച്ചിനായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി കിട്ടിയത്. 1969 കേട്ടോ. എന്നാണ്? 1969 കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ ഫിലിം ചരിത്രത്തിലെ ഏറ്റവും നല്ലൊരു അവാർഡാണ് ഇത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇദ്ദേഹത്തിൻ്റെ ഫിലിമായിരുന്നു ഏത്? രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിമായിരുന്നു രാജാ ഹരിശ്ചന്ദ്ര. ഫസ്റ്റ് ഫുള്ളി ലെങ്ത് ഫിലിമായിരുന്നു ഏത്? ഈ രാജാ ഹരിശ്ചന്ദ്ര. ഏത് വർഷമാണ് റിലീസായത്? 1913 റിലീസായത്. ഓക്കെ, ഇത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആദ്യം കിട്ടിയത് ആർക്കാണ്? ദേവിക റാണി റോറിച്ചിനാണ്. ഓക്കെ, ഏത് വർഷമാണ് കിട്ടിയത്? 1969 കേട്ടോ. എന്നാണ്? 1969. ഇത്രയും ക്ലിയർ ആയോ? കിട്ടിയോ? തേർഡ് ക്വസ്റ്റ്യനും കിട്ടിയോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ SSCGD 2025-26 ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ ബാച്ചിന് 2500 രൂപയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് സെക്ഷനുകൾ, വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ് ആൻഡ് ഡെയിലി പ്രാക്ടീസ് പേപ്പറുകൾ ആൻഡ് മോക്ക് ടെസ്റ്റുകളാണ്. നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവരും സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കും എൻക്വയറികൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഗോ ഇൻ ടു സ്പേസ്. എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഗോ ഇൻ ടു സ്പേസ്. ഫസ്റ്റ് അതായത് സ്പേസിലോട്ട് പോയ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ആരാണെന്ന ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ കൽപ്പന ചൗള, ഓപ്ഷൻ ബി ജാനകി അമൽ, ഓപ്ഷൻ ഡി അദിതി പാൽ, ഓപ്ഷൻ ഡി രാജേശ്വരി ചാറ്റർജി. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ഫസ്റ്റ് വുമൻ ഗോ ഇൻ ടു സ്പേസ്. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ഓക്കെ, ഓപ്ഷൻ എ കൽപ്പന ചൗളയാണ് കേട്ടോ. ഏതാണ് ആൻസർ വരുന്നത്? കൽപ്പന ചൗളയാണ്. അപ്പം ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഗോ ഇൻ ടു സ്പേസ് ആരാണ്? കൽപ്പന ചൗള കേട്ടോ. ആരാണ്? കൽപ്പന ചൗള. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മുടെ ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ഏതാണ് മക്കളെ? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ജപ്പാൻ. നോക്കിയേ, ലാർജസ്റ്റ് ഡെമോക്രസി ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ഇന്ത്യയാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമുള്ളതാണ് ഏത്? നമ്മുടെ ഇന്ത്യ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ഭരണഘടന ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ് ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം. ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഏത്? ഇന്ത്യ. ഏതാണ്? ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ് മക്കളെ? അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ
ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അങ്ങനെ നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറുതാണ് ഏത്? ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഏത്? അമേരിക്ക. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ്, അറിയോ ആർക്കെങ്കിലും? അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ഓക്കെ, ആരാണ്? ജെയിംസ് മാഡിസൺ. ഓക്കെ, ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്? ഏതാണ് മക്കളെ വരുന്നത്? ഇന്ത്യയാണ് കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യവും ഏതാണ്? ഇന്ത്യയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യവും. ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അമേരിക്കയാണ് ഏറ്റവും ചെറുത്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ്. അതിനാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ആര്? ജെയിംസ് മാഡിസൺ. ആരാണ്? ജെയിംസ് മാഡിസൺ. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. വേർ ഈസ് ലോട്ടസ് ടെമ്പിൾ ഇൻ ഇന്ത്യ? എവിടെയാണ് ഇന്ത്യയിൽ ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, ആൻസർ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ എവിടെയാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, നോക്കിയാൽ ഓപ്ഷൻ A മുംബൈ, ഓപ്ഷൻ B ബീഹാർ, ഓപ്ഷൻ C ഡൽഹി, ഓപ്ഷൻ D ഒഡീഷ. ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, ലോട്ടസ് ടെമ്പിൾ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ C ആണ് കേട്ടോ, ഡൽഹിയിലാണ് കേട്ടോ. അപ്പോൾ ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മക്കളെ? ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോമനാഥ ക്ഷേത്രം സോമനാഥ ടെമ്പിൾ എവിടെയാണ് മക്കളെ? ഗുജറാത്തിലാണ് കേട്ടോ. സോമനാഥ ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് സോമനാഥ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലാണ് സോമനാഥ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈഷ്ണവോ ദേവി ടെമ്പിൾ എവിടെയാണ് മക്കളെ സ്ഥിതി ചെയ്യുന്നത്? വൈഷ്ണവോ ദേവി ടെമ്പിൾ ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലാണ് വൈഷ്ണവോ ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ കേദാർനാഥ് ടെമ്പിൾ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേദാർനാഥ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം കേദാർനാഥ് ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് കേദാർനാഥ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ വൈഷ്ണവോ ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കി എന്താണ്? ഓക്കെ, സോമനാഥ സ്വാമി ടെമ്പിൾ എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. അതേപോലെ തന്നെ മീനാക്ഷി ടെമ്പിൾ എവിടെയാണ്? മീനാക്ഷി ടെമ്പിൾ എവിടെയാണ്? മധുരയിലാണ് കേട്ടോ. മധുരയിലാണ് മീനാക്ഷി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലോട്ടസ് ടെമ്പിൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നോക്കി മീനാക്ഷി ടെമ്പിൾ എവിടെയാണ്? മധുരയിലാണ് മീനാക്ഷി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വൈഷ്ണവോ ദേവി ടെമ്പിൾ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് വൈഷ്ണവോ ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോമനാഥ ടെമ്പിൾ എവിടെയാണ്? സോമനാഥ ടെമ്പിൾ ഗുജറാത്തിലാണ് കേട്ടോ. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേദാർനാഥ് എവിടെയാണ്? കേദാർനാഥ് ടെമ്പിൾ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൺ ക്ഷേത്രം എവിടെയാണ്? കൊണാർക്ക് കേട്ടോ. കൊണാർക്കിലാണ് സൂര്യക്ഷേത്രം ഇല്ലയോ? കൊണാർക്ക് സൂര്യക്ഷേത്രം, സൺ ടെമ്പിൾ. അങ്ങനെയാണെങ്കിൽ വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരിയിലാണ് കേട്ടോ.
എന്താണ്? വൈറ്റ് പഗോഡ എന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം അറിയപ്പെടുന്നത്. ബ്ലാക്ക് പഗോഡ എന്നാണ് ഏതറിയപ്പെടുന്നത്? കൊണാർക്കിലെ സൺ ടെമ്പിൾ അറിയപ്പെടുന്നത് ബ്ലാക്ക് പഗോഡ എന്നാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം അറിയപ്പെടുന്നത്. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാണ്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാണ് വൈറ്റ് പഗോഡ എന്ന് അറിയപ്പെടുന്നത്. കേദാർനാഥ് ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് കേദാർനാഥ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. സോമനാഥ ടെമ്പിൾ എവിടെയാണ്? ഗുജറാത്ത്. വൈഷ്ണവോ ദേവി ടെമ്പിൾ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് വൈഷ്ണവോ ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എത്രയും കിട്ടിയോ? ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ നമ്മുടെ. ഓക്കെ, ആഗ്ര ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ആഗ്ര ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ആഗ്ര പട്ടണം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആഗ്ര പട്ടണം നോക്കിയേ. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി യമുന, ഓപ്ഷൻ ഡി പെന്ന. നോക്കിയേ, ആഗ്ര ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓക്കെ, ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ് ഏത് പട്ടണം സ്ഥിതി ചെയ്യുന്നത്? ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. അങ്ങനെയാണെങ്കിൽ സൂററ്റ് ഏത് നദിയുടെ തീരത്താണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്? താപ്തി നദിയുടെ. ഏത് നദിയുടെയാണ്? താപ്തി നദി. ഓക്കെ, താപ്തി നദിയുടെ തീരത്താണ് ഏത് നഗരം സ്ഥിതി ചെയ്യുന്നത്? സൂററ്റ് നഗരം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാരണാസി. ഓക്കെ, വാരണാസി ഗംഗാ നദിയുടെ തീരത്താണ് കേട്ടോ. ഗംഗാ നദിയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിജയവാഡ. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ് മക്കളെ? കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊൽക്കത്ത നഗരം. ഓക്കെ, കൊൽക്കത്ത നഗരം ഏത് നദിയുടെ തീരത്താണ്? കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗുവാഹത്തി ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവാഹത്തി നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആഗ്ര പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ആഗ്ര പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദിയുടെ തീരത്താണ് ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാരണാസി ഏത് നദിയുടെ തീരത്താണ്? ഗംഗാ നദിയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൂററ്റ് നഗരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താപ്തി നദിക്കരയിലാണ് ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? സൂററ്റിനെയാണ് ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഈ സൂററ്റ് ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിജയവാഡ. ഓക്കെ ആണോ? വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത്? ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവാഹത്തി നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? കിട്ടിയോ എല്ലാവർക്കും? ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ എന്താണെന്ന്. വിച്ച് ഈസ് ദ ലോവർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ? എന്താണ്? പാർലമെന്റിലെ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നോക്കിയാൽ മക്കളെ ഏതാണ് വരുന്നത് ലോവർ ഹൗസ് വരുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി വിധാൻസഭ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? വിച്ച് ഓഫ് ദ ലോവർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഓപ്ഷൻ എ ആണ്. എന്താണ്? ലോവർ ഹൗസ്, പാർലമെന്റിന്റെ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഏതാണ് മക്കളെ? ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നത്
ഓക്കെ, ലോക്സഭയാണ് കേട്ടോ, ലോക്സഭയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗസ് ഓഫ് ദി പീപ്പിൾ, ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് കേട്ടോ. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലോവർ ഹൗസ്, പാർലമെന്റിന്റെ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഏതാണ്? പാർലമെന്റിന്റെ ലോവർ ഹൗസ്. ഓക്കെ, ഏതാണ് മക്കളെ പാർലമെന്റിന്റെ ലോവർ ഹൗസ്? ലോക്സഭയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് കേട്ടോ. എന്താണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത്? രാജ്യസഭയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കിട്ടിയോ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നോക്കിയോ മക്കളെ. ഓക്കെ, ഹൗ മെനി ഇയേഴ്സ് ഇൻ ദ ടേം ഓഫ് ഓഫീസ് ഫോർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? എന്താണ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കാലാവധി എത്ര വർഷമാണ്? ഓക്കെ, എത്ര വർഷമാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. എത്ര വർഷമാണ് നമ്മുടെ പ്രസിഡന്റിന്റെ കാലാവധി? അറിയോ ആർക്കെങ്കിലും? ഓക്കെ, എത്രയാണ് ആൻസർ വരുന്നത്? പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ് മക്കളെ വരുന്നത്? ഓക്കെ, 5 വർഷമാണ് കേട്ടോ. ഏതാണ്? 5 വർഷമാണ്. അപ്പം പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് നമ്മുടെ പ്രസിഡന്റിന്റെ കാലാവധി. പ്രസിഡന്റിന് ആവണമെങ്കിൽ എത്ര വയസ്സാണ് നമുക്ക് വേണ്ടുന്നത്? 35 കേട്ടോ. 35 വയസ്സാണ് നമുക്ക് എന്തോ വേണമെങ്കിൽ പ്രസിഡന്റ് ആവണമെങ്കിൽ. അതേപോലെ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 52 പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് മക്കളെ? 52 പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? അല്ലെങ്കിൽ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു കേട്ടോ. ആരാണ്? ദ്രൗപദി മുർമു. സെക്കൻഡ് വനിതാ പ്രസിഡന്റ് ആണ് ആര് മക്കളെ? ദ്രൗപദി മുർമു. അപ്പം പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? ഓക്കെ, 5 വർഷമാണ്. പ്രസിഡന്റ് ആവണമെങ്കിൽ നമുക്ക് എത്ര വയസ്സാണ് വേണ്ടുന്നത്? 35 വയസ്സാണ് വേണ്ടുന്നത്. അതേപോലെ തന്നെ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് മക്കളെ? ഓക്കെ, 52 ആർട്ടിക്കിളിലാണ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം ആരെന്ന് പറഞ്ഞ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇപ്പം പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. പ്രസിഡന്റ് ആവണമെങ്കിൽ 35 വയസ്സായിരിക്കണം. അത് എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. നെക്സ്റ്റ് അതേപോലെ തന്നെ എന്താണ്? പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 52 ആർട്ടിക്കിളിലാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ദ്രൗപദി മുർമു ആണ്. 2ാമത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആര്? ദ്രൗപദി മുർമു. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. നോക്കിയേ, വിച്ച് വാസ് ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ മക്കളെ, ഫസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ഭാസ്കര, ആര്യഭട്ട, രോഹിണി, കൽപ്പന. ഫസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ ഏതാണ് മക്കളെ? ഫസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ആര്യഭട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ് മക്കളെ? ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട. കിട്ടിയല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ്? ആര്യഭട്ടയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, വെൻ ഈസ് നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ നമുക്ക് അറിയാവുന്നതാണ്. ഓപ്ഷൻ എ ഡിസംബർ 5, ഓപ്ഷൻ ബി ഡിസംബർ 25, ജാനുവരി 25, ജാനുവരി 5. നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ ജാനുവരി 25 നമ്മൾ എന്ത് നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് മക്കളെ? ജാനുവരി 5 നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസംബർ 5 എന്താണ്? സോയിൽ ഡേ അല്ലേ? മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5 ഓക്കെ, ഡിസംബർ 25 സദ്ഭാവനാ ദിവസം കേട്ടോ. ഡിസംബർ 25 ഓക്കെ. അപ്പം ഡിസംബർ 1 എന്താണ്? ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം ഇല്ലയോ? ലോക എയ്ഡ്സ് ഡേ ആണ് എന്തെന്ന് പറയുന്നത്? ഡിസംബർ 1.
അങ്ങനെയാണെങ്കിൽ ഡിസംബർ 4 എന്താണ്? നേവി ഡേ. എന്താണ്? നേവി ഡേ ആണ് എന്തെന്ന് പറയുന്നത്? ഡിസംബർ 4-ന്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നാഷണൽ വോട്ടേഴ്സ് ഡേ. എന്നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ? ഓക്കെ, ജാനുവരി 25-നാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസംബർ 5 എന്താണ്? ഡിസംബർ 5 സോയിൽ ദിനം കേട്ടോ, മണ്ണ് ദിനം എന്നൊക്കെയാണ് ഡിസംബർ 5-നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസംബർ 23 എന്താണ്? കിസാൻ ദിവസ്. കിസാൻ ദിവസാണ് ഡിസംബർ 23, അല്ലെങ്കിൽ ഫാർമേഴ്സ് ഡേ കേട്ടോ, ഫാർമേഴ്സ് ഡേ. ഫാർമേഴ്സ് ഡേ ആണ് ഡിസംബർ 23. ഓക്കെ, അങ്ങനെയാണ് ജൂലൈ 26 എന്താണ്? ജൂലൈ 26 കാർഗിൽ വിജയ ദിവസ്. തിരിഞ്ഞു പോവല്ലേ, കാർഗിൽ വിജയ ദിവസം. ഡിസംബർ 26 എന്താണ്? വിജയ ദിവസമാണ് കേട്ടോ. അപ്പം തിരിഞ്ഞു പോവരുത്. എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജനുവരി 25-നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡിസംബർ 5 എന്താണ്? സോയിൽ ഡേ കേട്ടോ. എന്താണ്? സോയിൽ ഡേ ആണ്. അതുപോലെ ഡിസംബർ 23 എന്താണ്? കിസാൻ ദിവസ്, അല്ലെങ്കിൽ എന്താണ്? ഓക്കെ, എന്താണ്? ഫാർമേഴ്സ് ഡേ ആണ് ഡിസംബർ 23-ന്. ഡിസംബർ 1 എന്താണ്? എയ്ഡ്സ് ഡേ ആണ് ഡിസംബർ 1. ഡിസംബർ 4 എന്താണ്? നേവി ഡേ. ഡിസംബർ 4 നേവി ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഡിസംബർ 26 എന്താണ്? വിജയ ദിവസ്. എന്താണ്? വിജയ ദിവസമാണ് ഡിസംബർ 26. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജൂലൈ 26-ന്റെ പ്രത്യേകത എന്താണ്? കാർഗിൽ വിജയ ദിവസമാണ് ജൂലൈ 26-ന്. ഇത്രയും കിട്ടിയോ? ഇത്ര ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയ നിങ്ങൾക്ക്? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നോക്കിയേ മക്കളെ, ഹൂ വാസ് ദ ഫസ്റ്റ് ഗുരു ഓഫ് ദി സിഖ്? എന്താ നോക്കിയേ, ഫസ്റ്റ് ഗുരു ഓഫ് സിഖ് എന്നറിയപ്പെടുന്നത് ആരാന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നോക്കിയേ, ഓപ്ഷൻ എ ഗുരു ഹർ റായ്, ഓപ്ഷൻ ബി ഗുരു റാസ് ദാസ്, ഓപ്ഷൻ സി ഗുരു ഗോബിന്ദ് സിംഗ്, ഓപ്ഷൻ ഡി എന്താണ് പറഞ്ഞേക്കുന്നത്? ഓപ്ഷൻ ഡി ഓക്കെ ഗുരു നാനാക്ക് കേട്ടോ. ഓപ്ഷൻ ഡി ഗുരു നാനാക്ക്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ്? വിച്ച് വാസ് ദ ഫസ്റ്റ് ഗുരു ഓഫ് സിഖ്? സിഖ് ഗുരു ആരായിരുന്നു ഫസ്റ്റ്? ഗുരു ഹരിഹരി, ഗുരു രാംദാസ്, ഗുരു ഗോബിന്ദ് സിംഗ്, ഗുരു നാനാക്ക്. അപ്പോൾ ഫസ്റ്റ് സിഖ് ഗുരു ആരാണ്? ആൻസർ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് സിഖ് ഗുരു ആരാണ് മക്കളെ? ഗുരു നാനാക്കാണ് കേട്ടോ. ആരാണ്? ഗുരു നാനാക്കാണ് ഫസ്റ്റ് സിഖ് ഗുരു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ, ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി കൊച്ചിൻ, ഓപ്ഷൻ സി കാണ്ഡല, ഓപ്ഷൻ ഡി JNB. ഏതാണ് ഏറ്റവും വലിയ പോർട്ട്? ഓക്കെ, കറക്റ്റ് ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി JNB പോർട്ട്, ജവഹർലാൽ നെഹ്റു പോർട്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഇത് JNB പോർട്ട്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത് മക്കളെ? നവാശേവ. എന്താണ്? നവാശേവ. പിന്നെ മറ്റൊരു പേരെന്താണ്? നവാശേവ എന്നാണ് JNB പോർട്ടിനെ അറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. JNB പോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മുംബൈയിലാണ് JNB പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പോർട്ട് ഏതാണ്? JNB ആണ്, ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് JNB പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? നവാശേവ കേട്ടോ. എന്താണ്? നവാശേവ പോർട്ട്. പിന്നെന്താണ്? നാച്ചുറൽ പോർട്ടുമാണ് ഏതെന്ന് പറയുന്നത്? നാച്ചുറലി പ്രകൃതിദത്ത പോർട്ടാണ് ഏതെന്ന് പറയും? നമ്മുടെ ഏറ്റവും വലിയ പോർട്ടായ JNB പോർട്ട്. ഏറ്റവും വലിയ പോർട്ടായ JNB പോർട്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നോക്കിയേ, ഇത് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസ് ഇൻ ഇന്ത്യ ഈസ് ഓഫ് ദി റിവർ. നോക്കിയേ, സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസ് ഇൻ ഇന്ത്യ. നോക്കിയേ, ഓപ്ഷൻ എ ബ്രഹ്മപുത്ര, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി കൃഷ്ണ ആൻഡ് ഓപ്ഷൻ ഡി ഗോദാവരി. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? നോക്കിയേ, ദ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ഇന്ത്യ ഈസ് ഓഫ് ദി റിവർ. ഏതാണ് ആൻസർ വരുന്നത്? ബ്രഹ്മപുത്ര, നർമ്മദ, കൃഷ്ണ, ഗോദാവരി. ഓക്കെ, ഏതാണ്?
ഓക്കെ, ഓപ്ഷൻ ഡി ഗോദാവരിയാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ബേസിൻ ഇന്ത്യയിലെ ഏത് റിവറാണ്? ഗോദാവരിയാണ് കേട്ടോ. അതേപോലെ തന്നെ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഇത്? ഗോദാവരി. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഇത്? ഗോദാവരി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലാർജസ്റ്റ് റിവർ ബേസിൻ ഇന്ത്യ ഏതാണ് മക്കളെ? ഗോദാവരിയാണ്. പെനിൻസുലാർ ഇന്ത്യയുടെ ഏറ്റവും വലിയ നദിയും ഏത് തന്നെയാണ്? ഗോദാവരിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോർട്ട് caters the export of കുദ്രമുഖ് അയൺ ഓർ? കുദ്രമുഖ് അയൺ ഓർ എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പോർട്ട് ഏതെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ കൊച്ചിൻ, ഓപ്ഷൻ ബി ന്യൂ മാംഗ്ലൂർ, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. നോക്കിയേ, കുദ്രമുഖ് അയൺ ഓർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏത് പോർട്ടിലാണ്? കർണാടകയിലെ ന്യൂമാംഗ്ലൂർ പോർട്ടിലാണ്. ഏതാണ്? കർണാടകയിലെ ന്യൂമാംഗ്ലൂർ പോർട്ടിലാണ് എന്തോന്ന്? ഓക്കെ, കുദ്രമുഖ് അയൺ ഓർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു പോർട്ടാണ് മക്കളെ ഏതെന്ന് പറയുന്നത്? ന്യൂമാംഗ്ലൂർ പോർട്ട്. ഓക്കെ ആണല്ലോ. നേരത്തെ നമ്മൾ പഠിച്ചു ഏറ്റവും വലിയ പോർട്ട് JNB പോർട്ട്. ഏതാണ്? JNB പോർട്ടാണ്. ഓക്കെ, ലാർജസ്റ്റ് ആണ്, നാച്ചുറൽ പോർട്ടുമാണ് ഏതെന്ന് പറയുന്നത്? നവാഷേവ എന്നറിയപ്പെടുന്ന JNB പോർട്ട്. അതേപോലെ എന്താണ്? അയൺ ഓർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തുറമുഖമാണ് ഏത്? ന്യൂമാംഗ്ലൂർ പോർട്ട്. ഏതാണ്? ന്യൂമാംഗ്ലൂർ പോർട്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ദ ടിബറ്റൻ റിവർ സാങ്പോ എൻറ്റേഴ്സ് ത്രൂ ദ സ്റ്റേറ്റ് ഓഫ്? ഏത് ടിബറ്റൻ റിവർ സാങ്പോ, അതായത് ഏത് സ്റ്റേറ്റിലോട്ട് കയറുമ്പോഴാണ് സാങ്പോ എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, നാഗാലാൻഡ്. ഏതാണ് മക്കളെ? ഏത് സ്റ്റേറ്റിലോട്ട് കയറുമ്പോഴാണ് സാങ്പോ എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, അറിയോ ആർക്കെങ്കിലും ആൻസർ? ഏതാണ് സ്റ്റേറ്റ് വരുന്നത്? അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, നാഗാലാൻഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, അരുണാചൽ പ്രദേശിലാണ് കേട്ടോ സാങ്പോ എന്നറിയപ്പെടുന്നത്. ഏത് സ്റ്റേറ്റിൽ കയറുമ്പോഴാണ് ടിബറ്റൻ റിവർ? അരുണാചൽ പ്രദേശിലോട്ട് കയറുമ്പോഴാണ് നദിയെ എന്താ സാങ്പോ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇൻ ഇന്ത്യ ഹൗ മെനി സ്റ്റേറ്റ് ഷെയർ ദ കോസ്റ്റ് ലൈൻ? നോക്കിയേ, എത്ര സ്റ്റേറ്റിലാണ് നമുക്ക് കോസ്റ്റ് ലൈൻ ഉള്ളത്? എത്ര സ്റ്റേറ്റിലാണ്? 7, 8, 9, 10. ഏതാണ് മക്കളെ വരുന്നത് ആൻസർ? ഓക്കെ, ഓപ്ഷൻ സി 9 ആണ്. ഓപ്ഷൻ സി 9 ആണ്. അപ്പോൾ എന്താണ്? 9 സ്റ്റേറ്റിലാണ് നമുക്ക് കോസ്റ്റൽ ലൈൻ ഉള്ളത്. ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത് ആണ്. ഏതാണ്? ഗുജറാത്ത് ആണ്. എന്നാൽ ഏറ്റവും കുറവ് എവിടെയാണ്? ഗോവയിലാണ് കേട്ടോ. ഏറ്റവും കുറച്ച് എവിടെയാണ്? ഗോവയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലും ഏറ്റവും കുറച്ച് എവിടെയാണ്? ഗോവയിലുമാണ്. എത്ര സ്റ്റേറ്റിലാണ് നമുക്ക് കോസ്റ്റ് ലൈൻ ഉള്ളത്? 9 സ്റ്റേറ്റിലാണ് നമുക്ക് കോസ്റ്റ് ലൈൻ ഉള്ളത്. കൂടുതൽ ഗുജറാത്തും കുറവ് എവിടെയാണ്? ഗോവയിലുമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, എന്നൊക്കെ മക്കൾ നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ എന്താണ് ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഇതിൽ നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റുകളും നോട്ടിഫിക്കേഷൻ വീഡിയോസുകളും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ ഈസ് നോൺ ആസ് ഇന്ത്യാസ് റിവർ ഓഫ് സോറോ? ഓക്കെ, എന്താണ് ഇന്ത്യാസ് റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി? ഓക്കെ, ഓപ്ഷൻ എ ഹൂഗ്ലി, ഓപ്ഷൻ ബി ദാമോദർ, ഓപ്ഷൻ സി ഘഗ്ര, ഓപ്ഷൻ ഡി കോസി. ഏതാണ് മക്കളെ അറിയപ്പെടുന്നത്? വിച്ച് റിവർ ഈസ് നോൺ ആസ് ഇന്ത്യൻ റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓക്കെ, ഏതാണ്? ദാമോദർ ആണ് കേട്ടോ. ഏതാണ്? ദാമോദർ ആണ്. ദാമോദർ നദിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാമോദർ വാലി പ്രോജക്റ്റ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ് മക്കളെ? ദാമോദർ വാലി പ്രോജക്റ്റ് ദാമോദർ വാലി പ്രോജക്റ്റ് എന്നാണ്? 1948 ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ദാമോദർ വാലി പ്രോജക്റ്റ്. അങ്ങനെയാണെങ്കിൽ സോർ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്ന നദിയാണ് ഇത്? കോസി നദി കേട്ടോ. സോർ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നതാണ് കോസി. അപ്പം ദാമോദർ വാലി പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത വർഷം 1948. സോർ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത്
കോസിയാണ് കേട്ടോ, കോസി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിവർ ഓഫ് സോറോ, ഇന്ത്യയുടെ എന്താണ്, ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? ദാമോദർ. ഏതാണ്? ദാമോദർ. ദാമോദർ വാലി പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് 1948 സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്ന ഏത് നദിയാണ്? കോസിയാണ്. ഏതാണ്? കോസിയാണ് കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഓഫ് രാജ്യസഭ ഷാൾ നോട്ട് ബി ഡിസൊല്യൂട്ട്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഓക്കെ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ രാജ്യസഭ ഷാൾ നോട്ട് ബി ഡിസൊല്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ആർട്ടിക്കിൾ 83, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 53, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 18, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 154 154. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഷാൾ നോട്ട് ബി ഡിസൊല്യൂട്ട് പറയുന്നത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മക്കളെ? 83 പ്രകാരമാണ് കേട്ടോ. ഏത് പ്രകാരമാണ്? ആർട്ടിക്കിൾ 83 പ്രകാരമാണ് എന്തോന്ന് രാജ്യസഭയുടെ ഡിസൊല്യൂഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 83 പ്രകാരമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ് കേട്ടോ. 6 ഇയേഴ്സ് ആണ് ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. 6 വർഷമാണ്. 35 വയസ്സായിരിക്കണം എന്തെന്ന് രാജ്യസഭാ അംഗത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത്. ഇവരുടെ കാലാവധി എന്ന് വെച്ചാൽ എത്രയാണ്? 6 വർഷമാണ് കേട്ടോ. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 6 വർഷമാണ്. 30 വയസ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാജ്യസഭ ഫോം ചെയ്ത വർഷം എന്നാണ്? 1952 ഏപ്രിലാണ് രാജ്യസഭ ഫോം ചെയ്യുന്നത്. അപ്പോൾ 1952 ഏപ്രിലാണ് രാജ്യസഭ ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇതായിരുന്നു. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഷാൾ ബി ഡിസൊല്യൂട്ട്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പറയുന്നത്? ആർട്ടിക്കിൾ 83 പ്രകാരം. ആർട്ടിക്കിൾ 83 പ്രകാരമാണ്. ഓക്കെ ആണെങ്കിൽ 30 വയസ്സായിരിക്കണം. ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്രയാണ്? 6 വർഷമായിരിക്കും. ഓക്കെ, അതേപോലെ രാജ്യസഭ ഫോം ചെയ്ത വർഷം എന്നാണ്? 1952 ഏപ്രിലാണ് രാജ്യസഭ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ. ഓക്കെ, ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ്? ഖജുരാഹോ ഡാൻസ് ഏത് സംസ്ഥാനത്തിലാണ്? ഓക്കെ, ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി അസം, ഓപ്ഷൻ ഡി മിസോറാം. ഓക്കെ, ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശിൽ കേട്ടോ. എവിടെയാണ് ഖജുരാഹോ ഡാൻസ്? മധ്യപ്രദേശിലാണ് ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഖജുരാഹോ ഡാൻസ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ബിഹു എവിടുത്തെ ഫെസ്റ്റിവലാണ്? ബിഹു അസ്സാമിലെ ഫെസ്റ്റിവലാണ്. ഏത്? ബിഹു ഫെസ്റ്റിവൽ. ഓക്കെ, മിസോറാമിലെയാണ് ഏത്? ചപ്ചാർ കട്ട് കേട്ടോ. ചപ്ചാർ കട്ട് എവിടുത്തെയാണ്? മിസോറാമിലെ ഫെസ്റ്റിവലാണ് ചപ്ചാർ കട്ട്. അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് മധ്യപ്രദേശിലാണ്. ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ബിഹു ഏത് സംസ്ഥാനത്തെയാണ്? അസ്സാമിലെയാണ് ബിഹു. അതേപോലെ തന്നെ ചപ്ചാർ കട്ട് ഫെസ്റ്റിവൽ എവിടുത്തെയാണ്? മിസോറാമിലെയാണ് ചപ്ചാർ കട്ട് ഫെസ്റ്റിവൽ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മുടെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണിത്. ഇതിൽ നമ്മൾ എന്താണ് ഡെയിലി മോക്ക് ടെസ്റ്റുകളും ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. നോട്ടിഫിക്കേഷൻ വീഡിയോസുകളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രാറ്റജിക്കൽ നിന്നുള്ള 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളുമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.